ഞാൻ അതൃപ്തി ഇല്ല, എനിക്ക് പരസ്യമാക്കിയിട്ടില്ല. എനിക്കിപ്പോഴും അതൃപ്തിയില്ല, തൃപ്തി തന്നെയാണ്. ഞാൻ ഹാപ്പിയാണ്. ഓൺലൈൻ പോർട്ടലിലെ ആ വാർത്ത നിങ്ങൾ കാണൂ. പത്രക്കാർ എഴുതുന്ന ദേശാഭിമാനി പോലെയുള്ളവർ എഴുതുന്നത് മാത്രം ശ്രദ്ധിക്കാതെ അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ. അതിനകത്ത് ഞാൻ അതൃപ്തി എന്ന് പറഞ്ഞിട്ടില്ല, തൃപ്തിയാണ്, കൺസെൻസസിലാണ്, ഹാപ്പിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, മേഡത്തെ മേയറാക്കാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഭരണത്തിൽ വന്നാൽ? അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയായിരുന്നു നേതൃത്വത്തിന്റെ ഭാഗത്ത്? ഇല്ല, കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നിട്ട് അത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസരത്തിൽ, പ്രചാരണം നടക്കുന്ന അവസരത്തിലെല്ലാം മേയർ എന്ന നിലയിൽ പല ചർച്ചകളിലും പോയത് മാഡമായിരുന്നു. അപ്പോൾ മത്സര രംഗത്ത് തന്നെ താല്പര്യമില്ലാതിരുന്നു, അല്ലെങ്കിൽ കൗൺസിലറായി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണോ? അല്ല, ആഗ്രഹിച്ചില്ല. അത് ഞാൻ പറഞ്ഞ, ഞാൻ BJPയുടെ ഒരു ഉപാധ്യക്ഷയാണ് സംസ്ഥാനത്തിന്റെ. ഇപ്പൊ വാർഡിലെ കൗൺസിലർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 10 വാർഡുകളുടെ കൗൺസിലർ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്നിരുന്ന ആദ്യത്തെ ദൗത്യം. മത്സരിക്കാതെ അവരെ 10 വാർഡുകളിൽ ഞാൻ പ്രവർത്തിക്കുക. അത് കുറെ മീറ്റിംഗ്സ് നടന്നായിരുന്നല്ലോ, ഓൺലൈനായിട്ടും നേരിട്ടുള്ള മീറ്റിംഗ്സിൽ. തിരുവനന്തപുരത്തെ 10 വാർഡുകൾ അവിടെയുള്ള കൗൺസിലർമാരെ ജയിപ്പിക്കുക, അതായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ദൗത്യം. പെട്ടെന്നാണ് അത് മത്സരിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആഗ്രഹം, അതായത് മാഡം മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വന്നത് BJP സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിന്ന് തന്നെയല്ലേ? എങ്ങനെയായിരുന്നു ആ ആവശ്യം? സ്റ്റേറ്റ് ലീഡർഷിപ്പ് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല, ആയിരിക്കും. പക്ഷെ എന്നോട് പറഞ്ഞ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു ആഗ്രഹം. ഒരു കൗൺസിലറായി മാത്രം വന്ന് നഗരസഭയിൽ ഇരിക്കുക, അങ്ങനെ ദൗത്യമായിരുന്നോ പറഞ്ഞിരുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, അങ്ങനെ ആയിരുന്നോ? അല്ല, മേഡത്തിന്റെ അവസരം നിഷേധിച്ചതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇതിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും അട്ടിമറിയോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇതൊരു കൺസെൻസസിന്റെ പുറത്ത് തന്നെ, ജനറലായിട്ട് ഒരു കൺസെൻസസിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം എന്താണോ പറയുന്നത് അത് അംഗീകരിക്കാം എന്നുള്ള ജയിച്ചു വന്ന 50 കൗൺസിലേഴ്സും കൂടെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സാ അംഗീകരിക്കുകയായിരുന്നു. അത് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അംഗീകരിക്കുകയായിരുന്നു. എന്തോ ഇല്ല, ആരും പിന്തുണച്ചില്ല. 44 കൗൺസിലേഴ്സും കേന്ദ്ര നേതൃത്വം പറയുന്നതിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതാണ് എന്റെ അറിവ്. അതോടൊപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഫലം വന്നതിന് ശേഷമുള്ള, അതിന് മുമ്പുള്ള മത്സരിക്കുമ്പോൾ നഗരസഭാ ഭരണം കിട്ടിയാൽ മേയർ സ്ഥാനത്തേക്ക് മാഡത്തിനാണ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത് ചേട്ടാ. ഇത് ഒരു കാര്യം തന്നെ വീട്ടിൽ അങ്ങനല്ല ഒരു കാര്യം, അതായത് ഇതിന് പരിഹാരമായി താങ്കൾക്ക് പറഞ്ഞു വെച്ചിരുന്ന ഒരു പോസ്റ്റ് നഷ്ടമാകുന്ന സാഹചര്യം, വ്യക്തിപരമായി അതിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രായച്ചിത്തം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്? എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് പ്രായച്ചിത്തത്തിന്റെ കാര്യം വരുന്നില്ല ഇതിനകത്ത്. ഇതില് ഞാൻ ഈ പാർട്ടിയിലോട്ട് ചേർന്നതിന്റെ ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന നന്മ കണക്കിലെടുത്ത് മാത്രമാണ്. അത് കേരളത്തില് പുറത്തുള്ള സംസ്ഥാനങ്ങളില് ഇങ്ങനെ വളരെ നന്നായിട്ട് തിളങ്ങി നിൽക്കുമ്പോൾ കേരളം മാത്രം ഇരുട്ടിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലും അത് വരണം. ആ ഒരു നന്മ കേരളത്തിലുണ്ടാവണം. കേരളത്തിലെ ജനങ്ങൾക്കും സമൂഹത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്ര നേതൃത്വം നൽകുന്ന സപ്പോർട്ട് ഇവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാർട്ടിയിലൊരു അംഗത്വം എടുത്തത്. അപ്പോൾ പാർട്ടി പ്രവർത്തിക്കുമ്പോഴും എന്റെ ഉദ്ദേശം അതാണ്, ഇപ്പോഴും എന്റെ ഉദ്ദേശം അതാണ്. മേയർ സ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ട്, അതായത് ഞാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ BJP പാർട്ടിയിൽ വന്നിട്ട്. എനിക്ക് അധികം പരിചയമില്ല, പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമില്ല. അതേസമയത്ത് പാർട്ടിയിലും കോർപ്പറേഷനിലും പ്രവർത്തിച്ച് 30 വർഷത്തേക്ക് പരിചയമുള്ള പല വ്യക്തികളും ഉള്ളപ്പോൾ അവർക്ക് മുകളിലായിട്ട് പെട്ടെന്ന് എന്നെ പ്രതിഷ്ഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലും തെറ്റാണ്. അപ്പൊ അന്ന് എന്നോടത് പറഞ്ഞിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ തൃപ്തിയാണ്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എന്റെ രാഷ്ട്രീയ പ്രവേശനവും സാമൂഹ്യ സേവനവും ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്ത് വേണം, ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് വേണം മുകളിലോട്ട് കയറാൻ എന്നുള്ള ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമായിരുന്നു എന്നെ നിർത്തുമ്പോഴാണ്. മേയർ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നഗരസഭ ഭരണം കിട്ടിയാൽ മേയർ ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ വെറും ഒരു കൗൺസിലർ ആയിട്ടാണെങ്കിൽ ഈ മത്സരത്തിന് തയ്യാറാവുമായിരുന്നു? ഇല്ല, അതല്ല ഞാൻ പറഞ്ഞില്ല. അത് മനസ്സിലായി മേഡം. അതല്ല, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഡം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക്
അതിനെപ്പറ്റി ചർച്ചയൊന്നും നടന്നിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ മത്സരിക്കാൻ താല്പര്യമില്ല. ഇല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ BJP പാർട്ടിയുടെ ഒരു പ്രവർത്തകയായി സേവനം ചെയ്യാനായിട്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ഒരു ചർച്ചയും നടന്നിട്ടില്ല. നിങ്ങൾ പത്രക്കാർ നടത്തിയ ചർച്ചയേ ഉള്ളൂ. ശാസ്ത്രമംഗലം വാർഡ് ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് ശ്രീധരകുമാരനെ പരിഗണിക്കുന്നു എന്നുള്ള പാർട്ടി ആര് പറഞ്ഞു? ആരും പറയുന്നില്ല. പക്ഷെ വലിയ സജീവ നിങ്ങൾ പത്രക്കാര് പലരും പറയുന്നതേ ഉള്ളൂ. അല്ലാതെ എന്നോട് ഇതാരും പറഞ്ഞിട്ടില്ല, ഞാനിതാരോടും പറഞ്ഞിട്ടില്ല. ഞാനിതിപ്പോ ആദ്യം പത്രങ്ങളിലൂടെ മാത്രമാണ് അറിയുന്നത്. ഞാൻ ഇവിടെ എനിക്ക് 5 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ശാസ്തമംഗലം വാർഡിന്റെ വികസനവും മെച്ചപ്പെടലുമാണ്. ഞാൻ കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഒരു വാർഡ് നല്ലതായിട്ട്. എനിക്ക് പറയാൻ ഇഷ്ടമില്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഇഷ്ടം. ഈ വാർഡ് എങ്ങനെ ഏറ്റവും നല്ല ഒരു വാർഡാക്കി മാറ്റാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ, ജനങ്ങളുടെ സേവനം ചെയ്ത് തിരുവനന്തപുരത്തിനെ ജനങ്ങളെ എല്ലാവരും അറിയിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ തൽക്കാലം താല്പര്യം. ഒരു ലീഡർഷിപ്പ് മേയറാക്കാം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അവഗണിച്ചു എന്നൊരു ചിന്തയുണ്ടോ? ഒരു മനോവിഷമമുണ്ടോ? ഇല്ലെന്നേ. അതല്ല നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടെങ്കിൽ അത് പറ. എനിക്കില്ല. ഞാന് ഒന്നിലും അങ്ങനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എന്നോട് പറഞ്ഞപ്പോ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായപ്പോൾ പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇത്. ആ ഓപ്ഷൻ മാറി. ആ മാറിയത് അവസാന നിമിഷമായിരുന്നു. മേഡം, ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനിടയായ സാഹചര്യം, മേഡം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ മേഡത്തെ മേയറാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, പക്ഷെ പിന്നീട് അതല്ല ഉണ്ടായത് എന്ന തരത്തിലാണ് ആ പ്രതികരണം വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തയായിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇതുകൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനെ ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ഡാൻ, ആ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഒരു മാന്യത ഉണ്ടായിരുന്നു. പക്ഷെ ഡാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആ മാന്യത സംഭവം ലാക്കിംഗ് ആണ്. ഇന്നലത്തെ വീഡിയോയിൽ ഒരു കുട്ടി ഒരു മാന്യമായിട്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അതിന് ഞാൻ മാന്യമായിട്ടൊരു ഉത്തരം പറഞ്ഞു. നിങ്ങൾ അതിനെ വക്രീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള കുരുത്തിത്തിരികെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ആ ആൻസർ തന്നെ ഉറപ്പിച്ചു പറയുന്നു. അതാണ് സംഭവം നടന്നത്. നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. ചോദ്യം ചോദിക്കേണ്ട രീതിയും മനസ്സിലാവും. ഈ അടുത്ത 5 വർഷവും കൗൺസിലറായി തന്നെ തുടരും, അത് മേയർ ഒരു MLA ആയിട്ട് മാഡം വരാനുള്ള സാധ്യതകളുണ്ടോ? പ്രശാന്ത ഇല്ല. എനിക്ക് ഹാപ്പിയാണ് ഇവിടെ. ഞാനിപ്പോൾ തൽക്കാലം പരിഗണിക്കുന്നത് ഇവിടെ തന്നെ തുടരാനാണ്. ഞാൻ ഇതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേറൊരു മാവത്ത് കൊമ്പത്ത് കയറി ഇരിക്കാനോ ആകാശത്ത് പറക്കാനോ നക്ഷത്രം പിടിച്ച് കൈപ്പിടിയിലാക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. കിട്ടിയിരിക്കുന്ന പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ജോലി, ജനങ്ങൾ എന്നെ എനിക്ക് സ്വീകരിച്ച് തന്നിരിക്കുന്ന ജോലി, അതിൽ ഞാൻ വ്യാപൃതയായിക്കോട്ടെ. നിങ്ങൾ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട.